ഹലോ എവരിവൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സോ ഇന്നൊരു വ്യൂവർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ടൂർ. സോ അപ്പാർട്ട്മെന്റിന്റെ ഔട്ട്ഡോഴ്സ് ആണ് ഇന്നിപ്പം കാണിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏത് സിറ്റിയിലാണ്, ഏത് സ്റ്റേറ്റിലാണെന്നൊക്കെ. ഞാൻ നോർത്ത് കാരോലൈന എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. ഷാർലറ്റ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയാണ്. ഓവറോൾ ഓൾമോസ്റ്റ് എല്ലാ അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റീസും ഏകദേശം ഇതേ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളത് തന്നെ ആയിരിക്കും. സോ അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടന്ന് കാണാം. കമോൺ. അപ്പം നമ്മൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ അപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ലേ ഔട്ട് ഉണ്ട്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ടു ബെഡ്റൂമിന്റെ കേസ് എടുക്കുമ്പോൾ തന്നെ ഒരു 2-3 ലേ ഔട്ട് ഉണ്ട് ഇവിടെ. പിന്നെ 3 ബെഡ്റൂമും ഉണ്ട്, 1 ബെഡ്റൂം ഉണ്ട്. അങ്ങനത്തെ കുറേ ലേ ഔട്ടും കുറേ ബെഡ്റൂംസും ഉള്ള ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പിന്നെ ഇത് അപ്പാർട്ട്മെന്റ്സ് ഒക്കെ ലീസിന് അവൈലബിൾ ആണ്. എപ്പോഴും നോക്കിയാലും ലീസ് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ലീസ് ഇവിടെ 6 മന്ത്സ് ആണ്. പിന്നെ 9 മന്ത്സ്, 12 മന്ത്സ്, അതിൽ കൂടിയ ലീസുകളും ഉണ്ട്. ഇപ്പം നമ്മളൊരു 6 മന്ത്സിന് ലീസ് 3 മന്ത് നമ്മൾ താമസിച്ച് ഞങ്ങൾ പോവുകയാണെങ്കിൽ ലീസ് ബ്രേക്കേജ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഇവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടുത്തെ കാർ പാർക്കിംഗ് സൗകര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിലിപ്പോൾ 2-3 ആളുണ്ടെങ്കിൽ അതുപോലെ തന്നെ 2-3 വണ്ടി ഉണ്ടാവും. ഇനി ആ വണ്ടിയൊക്കെ ലാവിഷായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഓപ്പൺ പാർക്കിംഗ് ആണ്, നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ പിന്നെ അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ പാർക്കിംഗ് ഏരിയ ഇവിടെ ഉണ്ട്. പിന്നെ ക്ലോസ് പാർക്കിംഗ്, ഇപ്പം നല്ല എക്സ്പെൻസീവ് കാറൊക്കെ ഉള്ളവർക്ക് ഒരു ക്ലോസ് പാർക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് ഇവിടെ ഗരാജ് കിട്ടും. ഇപ്പം അപ്പാർട്ട്മെന്റിന് തന്നെ ഒരു 3-4 ഗരാജസ് അവൈലബിൾ ആണ് ഇവിടെ. ഇനി നമ്മൾ നാട്ടിലധികം കാണാത്തൊരു സാധനം കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ ഇതെന്താ സംഭവം എന്ന് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും ഭയങ്കര പെറ്റ് ലവേഴ്സാണ്. എല്ലാവർക്കും 1, 2, 3 ഒക്കെ പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ടാകും അല്ലേ? അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് ഇവിടെ വേണ്ട ഒരു സംഭവം നമ്മുടെ പാർക്കിലും അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഉണ്ടാകും. അതായത് നമ്മൾ പട്ടി ശിറ്റിട്ടാൽ നമ്മളത് ഇവിടുന്ന് ഈ സാധനം എടുത്തിട്ട് അത് കോരുക, എന്നിട്ട് ഇതിലേക്ക് ഇടുക. അതാണ് സംഭവം. ആക്ച്വലി പറഞ്ഞാൽ ഈ ഏരിയ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇങ്ങനെയല്ല, ഈ കാണുന്ന പോലെയല്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിന്റർ സീസൺ ആണ്. വിന്റർ സീസൺ ആകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മരത്തിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് ആകെ മൊത്തം കുറേ സ്കെൽറ്റൻ പോലെ കാണുന്നില്ല ഇവിടെ. സോ അങ്ങനെ ആകും. പിന്നെ ഈ ലേക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിറ്റിയിലും കാണും ഇങ്ങനത്തെ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക്. ജസ്റ്റ് ഇവിടുത്തെ റെസിഡൻസിന് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സംഭവം. അപ്പോൾ ഇതിലായിരിക്കും ഇറങ്ങാനും ഒന്നും പറ്റുമൊന്നുമില്ല, ഇതിങ്ങനെ ഉണ്ടാവും എപ്പോഴും. നല്ല ഇപ്പം ഐസൊക്കെ വരുന്ന സമയത്താകുമ്പം ശരിക്കും ഈ ഫുൾ ലേക്ക് ഇങ്ങനെ ഐസായി മാറും. ഫുൾ ലേക്ക് നല്ലൊരു ഐസായിട്ട് പറയാം, അത് രസമാണ് കാണാൻ. അപ്പം നെക്സ്റ്റ് ഇനി നമുക്ക് നമ്മളുടെ ലീസിങ് ഓഫീസും അതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കാണാം. ഈ ആ ബോർഡിൽ കാണുന്നത് ക്ലബ് ഹൗസ് ആൻഡ് പൂൾ ഏരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പം ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഈ ലീസിങ് ഓഫീസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിസിറ്റേഴ്സിന്റെ വെയിറ്റിംഗ് ഏരിയ ആണ് കാണുന്നത്. സോ ഈ കാണുന്നത് ഞങ്ങളുടെ ബിസിനസ് സെന്റർ ആണ്. ബിസിനസ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറേ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനും പിന്നെ പ്രിന്റിംഗ് ആൻഡ് സ്കാനിങ് സർവീസും കാര്യങ്ങളൊക്കെ അപ്പാർട്ട്മെന്റ് റെസിഡൻസിന് മാത്രം വേണ്ടിയിട്ടുള്ള ഈ ഫെസിലിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബിസിനസ് സെന്റർ എന്ന് പറഞ്ഞാൽ. നോക്കുവാണെങ്കിൽ 2 ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ കാണുന്നത് കാർഡിയോ റൂമാണ്. അതിൽ നമ്മുടെ ട്രെഡ്മിൽ, സൈക്ലിങ്ങും ഇലക്ട്രിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഇത് വെയ്റ്റ്സിന് മാത്രമായിട്ടുള്ള റൂമാണ്.
കുറെ ഡ്രയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇത് മൊത്തം ഡ്രയർ ആണ്. ഇതിപ്പോ തുണി വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് ഇട്ടേക്കുന്നതാണ്. അതുപോലെ ഈ കാണുന്നത് വാഷർ ആണ്. അപ്പം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് $1.50 ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് $1.25 ആണ്. സോ ഇവിടുത്തെ അപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ റെന്റിനെ ബേസ് ചെയ്തിട്ട് ചില അപ്പാർട്ട്മെന്റ്സ് ഒക്കെ വാഷറും ഡ്രയറും ഉള്ളതായിരിക്കും, ചിലത് വാഷറും ഡ്രയർ ഉണ്ടാവില്ല. സോ ഒന്നിക്ക് അവർ വാഷറും ഡ്രയറും കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അപ്പാർട്ട്മെന്റിലെ വാഷർ ആൻഡ് ഡ്രയർ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ട് സെറ്റപ്പ്. എല്ലാ അപ്പാർട്ട്മെന്റിലും ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവും. സോ ഇപ്പോൾ വിന്റർ ആയതുകൊണ്ട് ഇവിടെ ആരെയും കാണില്ല. സമ്മർ ആയ ഇങ്ങനെയല്ല, സമ്മർ ആയെങ്കിൽ ഇവിടെയൊക്കെ ഫുള്ളായിരിക്കും ആക്ച്വലി. അമേരിക്കൻസിന്റെ ഒരു മെയിൻ ലീഷർ ആക്ടിവിറ്റിയാണ് ഈ ബാർബിക്യൂ ചെയ്യുക അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന സംഭവമൊക്കെ. അപ്പം അതും ഉണ്ടാവും എല്ലാ അപ്പാർട്ട്മെന്റിലും. ഗ്രില്ലിംഗ് സെറ്റപ്പ് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീക്കെൻഡ്സിലും അല്ലെങ്കിൽ ലീവുള്ള ദിവസവും ഒക്കെ വന്ന് ഗ്രില്ല് ചെയ്യും, ബാർബിക്യൂ ചെയ്യും. ഇവിടെയൊക്കെ ഫുൾ മ്യൂസിക് DJ ഒക്കെ വെച്ച് ഫുൾ രസമായിരിക്കും ഇവിടെ. അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിന്റെ ഔട്ട്ഡോർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിന്റെ ഇന്റീരിയർ ഷോ ചെയ്യുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺ.